കുറച്ച് ഡേയ്സായി കുട്ടിയുടെ ബണ്ണും ഹെയർ ബാൻഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിലും ഉണ്ട്. ഒരു ബക്കറ്റിൽ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഹെയർ ബാൻഡും ബണ്ണൊക്കെ അതിലിട്ട് വെച്ചു. കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്തെടുക്കുകയും ചെയ്തു കേട്ടോ. നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. പിന്നെ ഈ കാണുന്ന ചെടികൾ, ഇതിൽ മല്ലികച്ചെടിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നിറയെ മല്ലികകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട് സെപ്പറേറ്റ് നട്ടു വെച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനി അതിൽ നിന്ന് തന്നെ ഇങ്ങനെ മുള വന്നിട്ട് നേരെ ഉണ്ടായിക്കോളും. അതേപോലെ തന്നെ കോസ്മോസ് ഉണ്ടാവില്ല. കോസ്മോസ് നമ്മളിങ്ങനെ വിത്ത് പാകിയിട്ട് തന്നെ ഉണ്ടാക്കണം. ഇതിങ്ങനെ കൊമ്പ് വെച്ചാലും നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നേരെ മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ, അതായത് ഈവനിങ്ങിൽ. പിന്നെ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചായയും വെച്ചു. അതുപോലെ തന്നെ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണേ അവിലും ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അതൊക്കെ നേരെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വേഗം അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അമ്പലത്തിൻ്റെ ആൽമരവും ചെമ്പരത്തിപ്പൂക്കളൊക്കെ എന്നിട്ട് കാണുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ചെതറി ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. നല്ലോണം ഒന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടി വന്ന് ഇറങ്ങിയേക്കിന് ഫസ്റ്റ് തന്നെ കാണിച്ചു തരുന്നത് ഇതാണ്. ഫ്രോക്ക് കുറച്ച് കീറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ അവളെ കുളിപ്പിച്ച് അവൾക്ക് നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു നെക്സ്റ്റ് വ്ളോഗായിട്ട് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ.